അല്ല, വിഴിഞ്ഞം പദ്ധതി നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഈ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിൻ്റെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇത് ചൈനയിൽ നിന്ന് ക്രെയിൻ കൊണ്ട് അവിടെ ഘടിപ്പിച്ചേർന്നപ്പോൾ കപ്പൽ വന്നു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് ഇപ്പോഴും ട്രയൽ റണ്ണിങ് നടക്കുന്നെന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെയോ ബാക്കി ആളുകളെയോ പ്രാതിനിധ്യമൊന്നും ഉറപ്പുവരുത്താതെ ഒരു ട്രയൽ റണ്ണിങ് ആണ്. എന്നിട്ട് ബഹുമാന്യനായ പോർട്ട് മന്ത്രി തന്നെ പറഞ്ഞത് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ഘാടനം ഡിസംബറിൽ നടക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ കേരളത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇത്തരം ഈ പറഞ്ഞിരിക്കുന്ന ഇത്തരം പരിപാടികളുടെയൊക്കെ സാങ്കത്യം നമ്മൾ ചോദ്യം ചെയ്യുന്നു. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞിരിക്കുന്ന മുതലപ്പുഴയിൽ പ്രശ്നം പരിഹരിക്കാനായിട്ട് കേന്ദ്രത്തിൻ്റെ വിഹിതമായ 60% തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ 23-ാം തീയതി കേന്ദ്ര ബഡ്ജറ്റ് വരികയാണ്. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് വരുമ്പോൾ ഈ തീരശോഷണം, തീരസംരക്ഷണം, അതുപോലുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ പുനരധിവാസം, കാര്യങ്ങളിലൊക്കെ സഹകരിക്കാൻ കേന്ദ്ര സർക്കാർ പിടിയാണ്. അല്ല, ഞാൻ കാണുന്നത് കേന്ദ്ര സർക്കാർ, ഇത് സർക്കാർ ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ ജനങ്ങളുടെ പ്രശ്നം അത് നിരന്തരമായി അടിക്കടിക്ക് ഇങ്ങനെ പത്രമാധ്യമങ്ങളിലൂടെ മുതലപ്പുഴയിൽ അപകടമുണ്ടായി, മരണമുണ്ടായി എന്ന് പറയുന്ന വാർത്ത, അത് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും രണ്ടുപേർക്ക് ക്ഷീണമാണ്. അപ്പോൾ അത് കാണുകയും അത് പരിഹരിക്കാനുള്ള വളരെ ജനകീയമായൊരു സമീപനം സ്വീകരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനകത്തുള്ളൊരു വിഷയം ഈ പറഞ്ഞിരിക്കുന്ന വസ്തുനിഷ്ഠമായി തീരപ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കേരള സർക്കാർ കേന്ദ്ര സർക്കാരുമായി കൈകോർക്കുകയും ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ, ഇപ്പം മുതലപ്പുഴയിലെ പ്രശ്നം ഏറ്റവും അവസാനം സമർപ്പിച്ചിരിക്കുന്ന ഒരു രൂപരേഖ തന്നെ, അതിനകത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കാരണം അതിനകത്താണ് ഞങ്ങൾ പറഞ്ഞ CWPRSൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുക. അതിനകത്ത് ഈ സെഡിമെൻറ്റ് മൂവ്മെൻറ്റ്, കടലിനുള്ളിലുള്ള മണൽ നീക്കം, അതുപോലെ സിൽട്ടേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന മണൽ എങ്ങനെയാണ് ഈ ഹാർബറിനുള്ളിലേക്ക് വരുന്നത്, ഇനി കായലിൽ നിന്ന് വിഴിഞ്ഞ 5 തെങ്ങ് ആ കായലിൽ നിന്ന് മണൽ വരുന്നുണ്ട്, അപ്പോൾ ചുഴികളെങ്ങനെ രൂപപ്പെടുന്നു, ഇത് മത്സ്യത്തൊഴിലാളികൾക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കുറച്ചുകൂടെ ഈ ഓഖി അതെ, അതിനകത്ത് മത്സ്യത്തൊഴിലാളികളെ കൂടെ സഹകാരികളാക്കണം. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലൊഴുക്കും കടലിൻ്റെ ഗതിയും പ്രശ്നങ്ങളും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ്. ഞങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളും ഈ സമരത്തിൽ നിന്ന ആളുകളല്ല, നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലഭ്യമാകാൻ സാധിക്കുന്ന ഈ കടലൊഴുക്ക്, ഓഷൻ സയൻസ്, ശാസ്ത്രമൊക്കെ അറിയുന്ന നമ്മുടെ പോണ്ടിച്ചേരിയിൽ പൊടിക്കാൻ, അതുപോലുള്ള പോണ്ടിച്ചേരി തീരം സംരക്ഷിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ആളുകളുടെയൊക്കെ കൂടെ, ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ കൂടെ സഹകരണത്തോടെ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയുന്നത് ഒരു 4 പാർട്ടി ഡയലോഗ് എന്ന് പറഞ്ഞിരുന്നാൽ, കൺസെഷണർ, ഈ പോർട്ട് നിർമ്മിക്കുന്ന അദാനി ഗ്രൂപ്പ്, 2 കേന്ദ്ര സർക്കാർ ചെറിയ രീതിയിലാണെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിനകത്ത് പങ്കാളിയാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാരാണ് ഈ പോർട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ കേരള സർക്കാർ, കേന്ദ്ര സർക്കാർ, അദാനി, ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ചർച്ച ചെയ്ത് ഇതിൻ്റെ ഇമ്മീഡിയറ്റായിട്ട് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ശാശ്വതമായി പരിഹാര മാർഗങ്ങൾ എന്താണ്. അല്ല, ഇന്നത്തെ കാര്യത്തിൽ ആരും ഔദ്യോഗികമായി ഞങ്ങൾ വിളിച്ചിട്ടില്ല. ആർച്ച് ബിഷപ്പിൻ്റെ പേര് വച്ച് ഞാൻ കേൾക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ് അറിയുന്നത്, ഒരു നോട്ടീസ് വന്നതായിട്ട് അറിയുന്നു. പക്ഷേ ഈ സംസ്ഥാനം പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ ആർച്ച് ബിഷപ്പിനെ പോലുള്ള ഒരാൾ വലിച്ചൊഴിക്കുമ്പോൾ
അതിൻ്റെയൊക്കെ ഉദ്ദേശവും സതുദ്ദേശവും ദുരുദ്ദേശവും മനസ്സിലാക്കണം.